നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പ്രസംഗം അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി എന്നതിനെ കുറിച്ചാണ്. 156 വർഷങ്ങൾക്ക് മുമ്പ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല, ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളെയും ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നത്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾരൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർത്തുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധി എന്ന സമാധാന സന്ദേശമായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചന്മമാണ് ഗാന്ധി. കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. ഞാൻ നിങ്ങൾക്ക് അതിക്രമം പഠിപ്പിക്കുകയില്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. എന്നാൽ ജീവൻ പോയാലും മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാതിരിക്കുന്ന എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയുമായത്. ഹിന്ദുത്വവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായി. മറ്റുള്ളവർ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും സൂക്തം ഉരുവിട്ടു. ഭാരത് ഹമാരാ കി ജയ്.